സാധാരണ എല്ലാ നന്ദിപ്രമേയ ചർച്ചകളുടെയും ഭാഗമായിട്ടുണ്ടാകുന്ന രാഷ്ട്രീയ പ്രസംഗങ്ങളുടെ സ്വഭാവം പുലർത്തുമ്പോഴും 10 ആണ്ടിനിടയിൽ ആദ്യമായാണ് നരേന്ദ്രമോദി സർക്കാർ മുഖത്തോട് മുഖം നിന്ന് വിമർശിക്കപ്പെടുന്നത്. ഓരോന്നോരോന്നായി ചൂണ്ടിക്കാട്ടി നിങ്ങൾ എന്തു ചെയ്തു എന്ന് ഈ ഭരണകൂടത്തിനെതിരെ അതിരൂക്ഷമായൊരു വിമർശനം ഉയർന്നിട്ട് 10 കൊല്ലം കഴിഞ്ഞു. അതുകൊണ്ടാണ് നാം ആകെ ജനാധിപത്യ വിശ്വാസികളാകെ ആവേശത്തിലായത്. ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന ആളുകൾ എന്നതിനേക്കാൾ പ്രധാനം പ്രതിപക്ഷമാണ്. നമ്മുടെ ജനങ്ങളുടെ ചോദ്യം പാർലമെൻറ്റിൽ ഉയരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് പ്രതിപക്ഷമാണല്ലോ. അപ്പോൾ ആ പ്രതിപക്ഷത്തിന് ശക്തമായ ഒരു നേതൃത്വം ഉണ്ടായിക്കഴിഞ്ഞു. ഒരറ്റത്ത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുണ്ട്, മഹുവ മൈത്ര തിരിച്ചു വന്നിരിക്കുന്നു. ഇങ്ങനെ അവരുടെ രൂക്ഷമായ വാദങ്ങൾ പാർലമെൻറ്റിൽ മുഴങ്ങുന്നു. പതിവില്ലാതെ പ്രധാനമന്ത്രി ഒരാളോട് മറുപടി പറയില്ലാത്ത രീതിയിൽ സവിശേഷമായ ഒരു അസ്തിത്വം തനിക്കുണ്ട് എന്ന് വിശ്വസിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന പ്രധാനമന്ത്രി ഏതൊരു സാധാരണ പ്രധാനമന്ത്രിമാരെ പോലെയും സാധാരണ രാഷ്ട്രീയ നേതാവിനെ പോലെ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രഭാഷണത്തിനിടയ്ക്ക് എഴുന്നേറ്റ് നിന്ന് ഇടപെടാൻ ശ്രമിക്കുന്നതൊക്കെ കാണുമ്പോൾ വാസ്തവത്തിൽ അത് ജനാധിപത്യത്തിൻ്റെ വലിയ വിജയമാണ്. അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരു ഏകാധിപതിയായ പ്രധാനമന്ത്രിയോട് അല്ലെങ്കിൽ 300-400 സീറ്റ് വാങ്ങി ജയിച്ച് അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രി അങ്ങനെ സമയത്ത് പ്രതിപക്ഷ നേതാവ് പോലും ഉണ്ടാവില്ല, അങ്ങനെ ഒരാളുടെ ശബ്ദത്തിനും കീഴടങ്ങില്ല. പക്ഷേ ഇന്നലെ പാർലമെൻറ്റിൽ ഭരണപക്ഷം പ്രതിപക്ഷത്തെ കേൾക്കുന്ന ഒരു മുഹൂർത്തം സംജാതമായി എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച ആ ജനാധിപത്യം വിജയിച്ചു തുടങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഒരു വിജയിച്ച പോരാളിയുടെ പരിവേഷത്തിൽ നമ്മുടെ പാർലമെൻറ്റിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുന്നുവെന്നും ആ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ ജനതയുടെ ഭാഷയിൽ ആ പാർലമെൻറ്റിൽ ഉറക്കെ സംസാരിക്കുന്നുവെന്നും സ്വന്തം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഓരോ ചലനങ്ങളെ സംബന്ധിച്ചും ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യർക്കുമുള്ള ആശങ്കകളെ പാർലമെൻറ്റിലേക്ക് വിവർത്തനം ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല, രാഹുൽ ഗാന്ധിയിലെ രാഷ്ട്രീയ നേതാവ് കഴിഞ്ഞ കാലത്തെ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങളിൽ നിന്ന് ആർജിച്ചിട്ടുള്ള രാഷ്ട്രീയ വിവേകത്തിൻ്റെ പലതരം പ്രകാശനങ്ങൾക്ക് ഇന്നലെ പാർലമെൻറ്റ് വേദിയായി എന്നതും ശ്രദ്ധിക്കണം. അദ്ദേഹം നീറ്റ് വിഷയത്തിൽ ചർച്ച നടത്താൻ പ്രധാനമന്ത്രിക്ക് കത്ത് നൽകുന്നുണ്ട്. സ്പീക്കർ പ്രധാനമന്ത്രിയോട് പുലർത്തുന്ന സമീപനത്തിലെ ജനാധിപത്യ പാർലമെൻ്ററി വിരുദ്ധതയെ സംബന്ധിച്ച് സ്പീക്കർക്ക് തിരുത്തൽ നിർദ്ദേശിക്കാൻ തയ്യാറാകുന്നുണ്ട് രാഹുൽ ഗാന്ധി. ഏത് രാഹുൽ ഗാന്ധി എന്നാലോചിക്കണം. 2014-ലും 2019-ലും 2 തവണ 2 ഘട്ടങ്ങളിൽ MP ആയിരുന്നപ്പോഴും ഇതേ ഭരണപക്ഷത്തിൻ്റെ നിരന്തരമായ പരിഹാസങ്ങൾക്ക് വിധേയനായിരുന്ന അതേ രാഹുൽ ഗാന്ധിയാണ് ഇന്നലെ പാർലമെൻറ്റിൻ്റെ നായക സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്പീക്കറെ തിരുത്തുന്നു, പ്രധാനമന്ത്രി കത്ത് നൽകുന്നു, ഈ ഭരണകൂടം നേരിടുന്ന ഓരോ വിഷയങ്ങളെയും എടുത്തെടുത്ത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് സഞ്ചരിച്ച് വിമർശിക്കുന്നു. അതിലൊപ്പം തന്നെ രാഷ്ട്രീയ എതിരാളികളുടെ മർമ്മം നോക്കി പ്രഹരിക്കുന്ന ഒരു രാഷ്ട്രതന്ത്രജ്ഞനായും ഈ രാഹുൽ ഗാന്ധി മാറുന്നതിനും ഇന്നലെ പാർലമെൻറ്റ് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അയോധ്യയിൽ നിന്ന് ജയിച്ച, അയോധ്യയിൽ BJPയെ തോൽപ്പിച്ച, അയോധ്യയായിരുന്നു കഴിഞ്ഞ 6 പതിറ്റാണ്ടെങ്കിലുമായിട്ട് ഇന്ത്യ പദ്ധതിക്ക് BJP അതിൻ്റെ കേന്ദ്ര ഉപകരണമാക്കി വെച്ചിരുന്നൊരു സ്ഥലം അയോധ്യയെ മുൻനിർത്തിയുള്ള ഇന്ത്യ പദ്ധതിയായിരുന്നു എല്ലാ കാലത്തും BJPയുടേത്, RSSൻ്റെ പദ്ധതിയായിരുന്നു അയോധ്യ. ആ അയോധ്യയുടെ മണ്ണിൽ, ആ അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന മണ്ഡലത്തിൽ BJP പരാജയപ്പെടുന്നു. അവിടെ നിന്ന് ജയിച്ചു വന്ന ആൾക്ക് ഹസ്തദാനം കൊടുത്തുകൊണ്ട് ഹസ്തദാനം നൽകിക്കൊണ്ട് ഈ രാഹുൽ ഗാന്ധി നടത്തിയ ആ ഇടപെടൽ വാസ്തവത്തിൽ ഭരണപക്ഷത്തെ വിരളി പിടിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കവുമായി മാറുന്നു.